എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28. കപില മഹർഷി അമ്മയ്ക്ക് ആ അഷ്ടാംഗയോഗ പരിശീലനത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ സഗുണ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 18 ശ്ലോകം വരെയാണ് കണ്ടത്. അതിൽ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുമ്പോൾ ആ കീർത്തിക്കപ്പെടേണ്ട മഹാത്മ്യങ്ങളുള്ളതും സ്വന്തം ഭക്തന്മാരുടെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനുമായ ആ ഭഗവാന്റെ മുഴുവൻ ശരീര അവയവങ്ങളോടും കൂടിയുള്ള രൂപം, ആ സ്വരൂപത്തെ ഒരല്പം പോലും വ്യതിചലിക്കാതെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട്, മനസ്സ് വേറെ ഒന്നിനെക്കുറിച്ചും അതിൽ നിന്ന് വ്യതിചലിക്കാതെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്ഥിരമായി ധ്യാനിക്കണം. ചിരം ധ്യായേത് എന്ന് പറഞ്ഞാണ് 18ാമത്തെ ശ്ലോകം അവസാനിച്ചത്. ഇനി ശ്ലോകം 19. സ്ഥിതം വ്രജന്തമാസീനം ശയാനം വാ ഗുഹാശയം പ്രേക്ഷണീയ ഈഹിതം ധ്യായേത് ശുദ്ധഭാവേന ചേതസ. അതായത് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ഭഗവാൻ നിൽക്കുന്നതായും ചലിക്കുന്നതായും ഇരിക്കുന്നതായും കിടക്കുന്നതായും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മനസ്സിൽ ഭാവന ചെയ്യാം. അതാണ് പറയുന്നത് സ്ഥിതം, നിൽക്കുക. വ്രജന്തം എന്ന് വെച്ചാൽ ചലിക്കുക, അതായത് നടക്കുന്നത്. ആസീനം, ഇരിക്കുന്നത്. ശയാനം, കിടക്കുന്നത്. നമ്മൾ അനന്തപത്മനാഭസ്വാമിയെ കാണുമ്പോൾ കിടക്കുന്ന രൂപത്തിലാണ്. കിടക്കുന്നതായോ ഗുഹാശയം, ഒരു ഭക്തൻ തൻ്റെ ഹൃദയാന്തർഭാഗത്ത് ആ ഭഗവാൻ നിൽക്കുന്നതോ നടക്കുന്നതോ ഇരിക്കുന്നതോ കിടക്കുന്നതായോ പ്രേക്ഷണീയ ഈഹിതം, മനോഹരമായ ലീലകൾ, ഭഗവാന്റെ ലീലകൾ ആടുന്നതായും ധ്യായേത്, മനസ്സിൽ കണ്ട് ധ്യാനിക്കണം. ശുദ്ധഭാവേന ചേതസ, പരിശുദ്ധമായ മനസ്സോടെ ഒരു ഭക്തൻ തൻ്റെ ഹൃദയാന്തർഭാഗത്ത് ഭഗവാൻ നിൽക്കുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, ചലിക്കുന്നത്, ഭഗവാന്റെ മഹത്തരമായ മനോഹരമായ ലീലകൾ ആടുന്നതായും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. ഇന്ന രൂപത്തിലേ ധ്യാനിക്കാവൂ എന്നുമില്ല. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനസ്സ് മറ്റു ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മുക്തമാവണം. അതിനായിട്ട് ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക. അത് ഏത് രൂപം വേണമെങ്കിലും, ഭഗവാൻ കിടക്കുകയോ ഇരിക്കുകയോ ഏതായാലും അത് പ്രശ്നമല്ല. ആ രൂപത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ശ്ലോകം 20. തസ്മിൻ ലബ്ധപദം ചിത്തം സർവാവയവ സംസ്ഥിതം വിലക്ഷ്യ ഏകത്ര സംയുജ്യാത് അംഗേ ഭഗവതഃ മുനിഃ. തസ്മിൻ, ആ ഭഗവാന്റെ രൂപത്തിൽ ലബ്ധചിത്തം എന്ന് വെച്ചാൽ ലബ്ധപദം ചിത്തം എന്ന് വെച്ചാൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ സർവ അവയവ സംസ്ഥിതം, എല്ലാ അവയവങ്ങളോടും കൂടി ചേർന്നിട്ടുള്ള പൂർണ്ണ രൂപത്തിലുള്ള ഭഗവാന്റെ ആ സ്വരൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നതിൽ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് വ്യതിചലിക്കാതെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ വിലക്ഷ്യ, അങ്ങനെ മനസ്സിൽ ഉറച്ചു എന്ന് കാണുമ്പോൾ, വിലക്ഷ്യ എന്ന് വെച്ചാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏകത്ര എന്ന് വെച്ചാൽ ഏതെങ്കിലും ഓരോരോ അവയവങ്ങളിലായിട്ട്, ഭഗവാന്റെ ഏതെങ്കിലും ഓരോരോ അവയവങ്ങളിലായിട്ട് മുനി, ആ ഭക്തൻ സംയുജ്യാത്, മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം എന്ന്. അതായത് ഭഗവാന്റെ മുഴുവൻ സ്വരൂപത്തെയും മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നതിൽ ഉറച്ചു, അതിൽ നിന്നും വ്യതിചലിക്കാതെ അങ്ങനെ കുറേ നേരം ധ്യാനിച്ചിരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് എന്ന് വിലക്ഷ്യ എന്ന് മനസ്സിലാക്കാൻ ഒരു ഭക്തന് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ശരീരാവയവങ്ങളെ പ്രത്യേകമായി മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ അവയവങ്ങളെ എങ്ങനെ മനസ്സിൽ നമ്മൾ ഭാവന ചെയ്യുമ്പോൾ സങ്കല്പം എങ്ങനെ വേണം, ഏതൊക്കെ അവയവങ്ങളെയാണ് കാണേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ശ്ലോകം 21. സഞ്ചിന്തയേത് ഭഗവതഃ ചരണാരവിന്ദം വജ്ര അങ്കുശധ്വജ സരോരുഹ ലാഞ്ചന ആഢ്യം ഉത്തുംഗരക്തവിലസത് നഖചക്രവാള ജ്യോത്സ്നാഭി ആഹതഃ മഹത് ഹൃദയ അന്ധകാരം.
അതായത് സഞ്ചിന്തയേത് ഭഗവതഃ ചരണാരവിന്ദം, ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളെ, താമരപ്പൂ പോലെയുള്ള പാദാരവിന്ദങ്ങളിൽ സഞ്ചിന്തയേത്, ഒരു ഭക്തൻ മനസ്സിനെ ഉറപ്പിച്ച് ഏകാഗ്രമാക്കണം. ആ പാദത്തിൻ്റെ അടിഭാഗം വജ്രം എന്ന് വെച്ചാൽ മിന്നൽ പിണര് പോലെ തിളക്കമുള്ളതും, അങ്കുശം, തോട്ടി, ആനയെയൊക്കെ നിയന്ത്രിക്കുന്ന തോട്ടിയില്ല, അതുപോലെയുള്ള തോട്ടി അതിനടുത്തുണ്ട്, ധ്വജം കൊടിയിരിപ്പുണ്ട്, സരോരുഹം താമരപ്പൂവുണ്ട്, ലാഞ്ചനം മറ്റടയാളങ്ങളുണ്ട്, ആഢ്യം എന്നിവയാൽ, ആഢ്യം എന്ന് വെച്ചാൽ അലങ്കരിക്കപ്പെട്ട. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദം കാണുമ്പോൾ ആ അരികിലായിട്ട് തോട്ടി, താമര, മറ്റടയാള ചിഹ്നങ്ങൾ എന്നിവയൊക്കെ അടുത്തിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യണമെന്ന്. ഇവയാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള തൃപ്പാദങ്ങൾ. ഇനി ഉത്തുംഗം, ആ പാദത്തിൻ്റെ മുകൾ ഭാഗം രക്തവിലസത്, ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന മുകൾ ഭാഗം. അതിൽ തന്നെ നഖങ്ങൾ ചക്രവാള ജ്യോത്സ്നാഭി, ചന്ദ്രൻ്റെ പ്രകാശം എന്ന പോലെ നിലാവ് പോലെ പ്രകാശിക്കുന്ന നഖങ്ങൾ. ചുവന്നു തുടുത്ത കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്തിൽ ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ നിലാവ് പോലെ പ്രകാശിക്കുന്ന നഖങ്ങളും. അതുമാത്രമല്ല മഹത് ഹൃദയ അന്ധകാരം, ഭക്തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ അന്ധകാരത്തെ പോലും ആഹതഹ, ഇല്ലാതാക്കുന്ന ആ തൃപ്പാദങ്ങളെ ഒരു ഭക്തൻ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ പൂർണ്ണസ്വരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരു ഭക്തൻ്റെയും സകല ദുഃഖങ്ങളെയും ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ശരണാഗതി അടയുക എന്ന അവസ്ഥ. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ തൃപ്പാദങ്ങൾ തന്നെ നമ്മളെ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ആശ്രയസ്ഥാനമാകുന്നു. അങ്ങനെയുള്ള ആ തൃപ്പാദങ്ങളെ, ആ ചുവന്നു തുടുത്ത് ചന്ദ്രൻ്റെ പ്രകാശം പോലെ ശോഭിക്കുന്ന നഖങ്ങളോടുകൂടി ആ തൃപ്പാദങ്ങളെ മനസ്സിൽ കാണൂ, അതാണ് പറയുന്നത്. ശ്ലോകം 22. ഇനി ആ തൃപ്പാദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാണ്. യത് ശൗച നിസൃത സരിത് പ്രവര ഉദകേന തീർത്ഥേന മൂർധനി അതികൃതേന ശിവ അഭൂത് ധ്യാതു മന ശമല ശൈല നിസൃഷ്ടവജ്രം ധ്യായേത് ചിരം ഭഗവതഃ ചരണാരവിന്ദം. അതായത് യത് ശൗചം യത് എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ മഹത്വമാണ് പറയുന്നത്. ആ പാദങ്ങൾ ശൗചം കഴുകിയപ്പോൾ നിസൃത, അതിൽ നിന്നൊഴുകി വന്ന സരിത് പ്രവരം, ഗംഗാനദിയുടെ ഉദകേന ജലത്താൽ, തീർത്ഥേന ആ ഗംഗാജലത്താൽ, ആ തീർത്ഥജലത്താൽ, മൂർധനി അതികൃതേന ആ തീർത്ഥജലത്തെ മൂർധാവിൽ ശിരസിൽ അതികൃതേന വഹിച്ചുകൊണ്ട് ഭഗവാൻ മഹാദേവൻ അഭൂത് മംഗളസ്വരൂപനായി അഭൂത് ഭവിച്ചു എന്ന്. അപ്പോൾ ഭഗവാൻ വാമനാവതാരം എടുത്തപ്പോൾ 2 പാദങ്ങൾ കൊണ്ട് 14 ലോകങ്ങളും അളന്നെടുത്തപ്പോൾ ഭഗവാന്റെ തൃപ്പാദം അങ്ങ് സത്യലോകം വരെ, ബ്രഹ്മലോകം വരെ എത്തിയപ്പോൾ ഭഗവാന്റെ തൃപ്പാദം ബ്രഹ്മലോകത്ത് വന്നപ്പോൾ അവിടെ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങൾ കഴുകി എന്നാണ് പറയുന്നത്. ആ കഴുകിയ ജലമാണ് ഗംഗാനദിയായി ഒഴുകുന്നത്. ആ ഗംഗയെ ശിരസിൽ വഹിച്ചപ്പോൾ മഹാദേവൻ പോലും മംഗളസ്വരൂപനായി ഭവിച്ചു. അത്രയ്ക്ക് മഹാത്മ്യമുണ്ട് ഭഗവാന്റെ പാദങ്ങൾക്ക്. ഇനി ധ്യാതു എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ ബ്രഹ്മാവിൻ്റെ മനസ്സ് ശമലശൈലം എന്ന് വെച്ചാൽ അഴുക്ക്, പാപത്തിൻ്റെ പർവ്വതം, ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പാപത്തിൻ്റെ പർവ്വതത്തെ വജ്രം, മിന്നൽ പിണർ പോലെ നിസൃഷ്ട, ഇല്ലാതാക്കി കളഞ്ഞതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന്. അതായത് ആ പത്മയുഗത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചപ്പോൾ താൻ എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ സൃഷ്ടികർമ്മം നടത്തണമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിലുള്ള ഞാനെന്ന അഹങ്കാരമാകുന്ന ആ പാപത്തിൻ്റെ പർവ്വതത്തെ മിന്നൽ പിണരുപോലെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞത് ഭഗവാന്റെ തൃപ്പാദങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ അജ്ഞാനം നീങ്ങിയിട്ട് ജ്ഞാനം പ്രകാശിച്ചത്. അങ്ങനെയുള്ള ഭഗവതഃ ചരണാരവിന്ദം, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ ചിരം ധ്യായേത്, എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കൂ എന്ന്. അത്രയ്ക്കും മഹാത്മ്യമുണ്ട് ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾക്ക്. അതായത് ഭഗവാന്റെ പാദം കഴുകിയ ജലം ശിരസിൽ വഹിച്ചപ്പോൾ മഹാദേവൻ പോലും മംഗളസ്വരൂപനായി മാറി. ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിലുള്ള ആ അഹങ്കാരമാകുന്ന
ആ പാപപർവ്വതത്തെ ഇല്ലാതാക്കാൻ സാധിച്ചത്. അത്രയ്ക്ക് മഹത്വമേറിയ ആ പാതാരവിന്ദങ്ങളെ വേണം ഒരു ഭക്തൻ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ. അടുത്തത് ശ്ലോകം 23, ഭഗവാന്റെ കണങ്കാലുകൾ, കാൽമുട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ എങ്ങനെയാണ് കാണേണ്ടത് അതാണ് പറയുന്നത്. ജാനുദ്വയം ജലജലോചനയാ ജനന്യ ലക്ഷ്മ്യാ അഖിലസ്യ സുരവന്ദിതയ വിധാതുഹു ഊർവോർനിദായ കരപല്ലവരോജിഷായത് സംലാളിതം ഹൃദി വിഭോഹോ അഭവസ്യ കുര്യാത്. ജാനുദ്വയം അതായത് കണങ്കാലുകൾ, ആ പാദം തൊട്ട് മുട്ടുവരെയുള്ള കാൽമുട്ട് വരെയുള്ള ഭാഗം, ജലജലോചനയ താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ള, ജനന്യ മാതാവായ ആരുടെ, വിധാതു സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ജനന്യ മാതാവ്, അതായത് ബ്രഹ്മാവിൻ്റെ അമ്മയാണ് എന്നാണ് ലക്ഷ്മി ദേവിയെ പറയുന്നത്. ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ പിതാവ്, അപ്പോൾ ലക്ഷ്മി ദേവി അമ്മ. അതാണ് പറയുന്നത്. വിധാതു ബ്രഹ്മാവിൻ്റെ ജനന്യ മാതാവും, ജലജലോചനയ മനോഹരമായ കണ്ണുകളോടുകൂടിയവളുമായ, അഖിലസ്യ സുരവന്ദിതയ സർവ്വലോകത്തിലുമുള്ള ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവളുമായ ലക്ഷ്മ്യ, ആ ലക്ഷ്മി ദേവി, ഊർവോ തൻ്റെ മടിയിലേക്ക്, അതായത് തൻ്റെ മടിയിലേക്ക്, നിദായ എടുത്തു വച്ചിട്ട്, കരപല്ലവ രോജിഷ തൻ്റെ മനോഹരമായ മൃദുലമായ കൈകളാൽ, സംലാളിതം പരിപാലിച്ചു, ഇങ്ങനെ തലോടിക്കൊടുത്തു എന്ന്. ജാനുദ്വയം ഭഗവാന്റെ കാൽമുട്ടുകളെ, വിഭോഹോ ആ ഭഗവാന്റെ ജാനുദ്വയം കാൽമുട്ടുകളെ, ആ കാൽമുട്ടുകളെ, അഭവസ്യ അതായത് ഭൗതികമായ സകലത്തിൽ നിന്ന് മുക്തമായ ആ ആ കണങ്കാലുകളെ, ഹൃദി മനസ്സിൽ കണ്ടുകൊണ്ട്, കുര്യാത് ഒരുവൻ ധ്യാനിക്കണമെന്ന്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മാതാവായ സർവ്വദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവളായ ലക്ഷ്മി ദേവി തൻ്റെ മടിയിലേക്ക് ഭഗവാന്റെ രണ്ട് പാദങ്ങളെയും എടുത്തു വെച്ച് തൻ്റെ മൃദുലമായ കൈകൾ കൊണ്ട് ആ കണങ്കാലുകൾ ഇങ്ങനെ തലോടി കൊടുക്കുന്നതായി കണ്ടുകൊണ്ട്, അങ്ങനെയുള്ള ഭഗവാന്റെ ആ കണങ്കാലുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ ധ്യാനിക്കണമെന്ന്. അപ്പോൾ ആ ഭാഗം, ഭഗവാന്റെ ആ ഭാഗം മനസ്സിൽ കാണുമ്പോൾ ഇങ്ങനെ വേണം കാണാൻ. ലക്ഷ്മി ദേവിയുടെ മടിയിൽ വെച്ച് ലക്ഷ്മി ദേവി ഇങ്ങനെ തലോടി കൊടുക്കുന്ന രൂപത്തിൽ വേണം അതിനെ കാണാൻ എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 25 ഭഗവാന്റെ തുടകൾ, അരക്കെട്ട്, ആ ഭാഗങ്ങളെക്കുറിച്ചാണ് മനസ്സിൽ എങ്ങനെ ഭാവന ചെയ്യണം അതാണ് പറയുന്നത്. ഊരു സുഭർണ ഭുജയോഹോ അതിശോഭമാനൗ ഓജഹ നിധി അദസിക കുസുമ അവഭാസൗ വ്യാലംബി പീതവര വാസസി വർത്താമന കാഞ്ചീ കലാപരിരംബി നിദംബബിംബം. ഊരു ഭഗവാന്റെ രണ്ട് തുടകൾ, സുവർണ ഗരുഡൻ, ആ ഗരുഡൻ്റെ ഭുജയോ ഇരു തോളുകളുടെ മുകളിൽ, അതിശോഭമാന ആ പ്രകാശിച്ചിരിക്കുന്ന ഗരുഡൻ്റെ രണ്ട് തോളുകളുടെ മുകളിലുമായിട്ട് പ്രകാശിച്ചിരിക്കുന്ന ഭഗവാന്റെ രണ്ട് തുടകൾ, ഓജോനിധി ഓജസ്സിൻ്റെ സംഭരണിയാണെന്ന് ആ തുടകൾ, അങ്ങനെയുള്ള തുട. അതിസിക കുസുമാവഭാസൗ അതായത് അതിസിക ചെറു ചണപ്പൂവ്, നീല നിറത്തിലുള്ള ചെറു ചണപ്പൂവിൻ്റെ ആ നീല നിറത്തോടുകൂടി അതിൻ്റെ ഐശ്വര്യത്തോടും പ്രകാശത്തോടും കൂടി പ്രകാശിക്കുന്ന, അപ്പോൾ ചെറിയ ചണപ്പൂവിൻ്റെ നീല നിറമാണ്, ഭഗവാന് നീല നിറമാണല്ലോ, ആ ഇരുണ്ട നീല നിറത്തിൻ്റെ ഐശ്വര്യത്താൽ പ്രശോഭിക്കുന്ന ഗരുഡൻ്റെ ഇരു തോളുകളിലുമായി പ്രകാശിച്ചിരിക്കുന്ന ആ തുടകളെ, ഓജസ്സിൻ്റെ സംഭരണ സ്ഥാനമായ ആ തുടകളെ ഒരു ഭക്തൻ മനസ്സിൽ കണ്ട് ധ്യാനിക്കണം. അപ്പോൾ ആ ഭാഗം മനസ്സിൽ കാണുമ്പോൾ നീല നിറത്തിൽ ഗരുഡൻ്റെ ഇരു തോളുകളിലും ഇരിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. ഇനി വ്യാലംബി ആ തുടകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ വികസിച്ച് വീണ് കിടക്കുന്ന പീതവര വാസസി മഞ്ഞപ്പട്ടു വസ്ത്രവും, വർത്തമാനം എന്ന് വെച്ചാൽ ആയിരിക്കുന്നു, കാഞ്ചി കലാപ പരിരംഭി ആ പട്ടുവസ്ത്രത്തിൻ്റെ മുകളിൽ സ്വരരത്നങ്ങൾ കൊണ്ട് തിളങ്ങുന്ന കിലുങ്ങുന്ന അരഞ്ഞാണം, കാഞ്ചി കലാപം, അങ്ങനെ അരഞ്ഞാണത്താൽ പരിരംഭി ചുറ്റപ്പെട്ടിട്ടുള്ള നിതംബബിംബം, ഭഗവാന്റെ നിതംബ ഭാഗം അരക്കെട്ടിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ കടും നീല നിറത്തിൽ ഗരുഡൻ്റെ രണ്ട് തോളുകളുടെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന പ്രകാശിച്ചിരിക്കുന്ന ആ തുടകളെയും ഒരു ഭക്തൻ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക. ആ തുടകളിൽ നിന്നും താഴോട്ട് വീണ് കിടക്കുന്ന രീതിയിൽ മഞ്ഞപ്പട്ട് ഉടയാട, ആ പട്ടുവസ്ത്രത്തിൻ്റെ മുകളിലായിട്ട് വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളാൽ പ്രകാശിക്കുന്ന അരഞ്ഞാണം, ആ അരഞ്ഞാണത്താൽ ചുറ്റപ്പെട്ടതുമായ ആ അരക്കെട്ട് നിതംബ ഭാഗത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ നിത്യവും ധ്യാനിക്കണം.
അടുത്തത് ശ്ലോകം 25. ഭഗവാന്റെ സ്തനങ്ങൾ, പൊക്കിൾക്കൊടി ഭാഗങ്ങളെയാണ് ഇങ്ങനെയാണ് മനസ്സിൽ കാണേണ്ടത്. അതാണ് ഈ 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാഭീഹൃദം ഭുവന കോശ ഗുഹ ഉദരസ്ഥം യത്ര ആത്മയോനി ദിഷണ അഖിലലോകപത്മം. നാഭീഹൃദം ഭുവന കോശ ഗുഹ ഉദരസ്ഥം യത്ര ആത്മയോനി ദിഷണ അഖിലലോകപത്മം വ്യൂഢം ഹരിന്മണി വൃഷ സ്തനയോഹോ അമൂഷ്യ ധ്യായേത് ദ്വയം വിശദഹാര മയൂഖഗൗരം. നാഭീഹൃതം ഭഗവാന്റെ പൊക്കിൾക്കൊടി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ? ഭുവന കോശ ഗുഹ ഉദരസ്ഥം. എല്ലാ ലോകത്തിൻ്റെയും അടിത്തറയായിട്ടുള്ള ഭഗവാന്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അഖില ലോക പത്മം, മുഴുവൻ ലോകത്തിനെയും സൂക്ഷ്മരൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പത്മം. അതോടൊപ്പം ആത്മയോനി ദിഷണ, ആത്മയോനി ബ്രഹ്മാവിൻ്റെ ദിഷണ വാസസ്ഥാനവുമായ താമരമുട്ട് വ്യൂഢം ഉത്ഭവിച്ചതുമായ ഭഗവാന്റെ നാഭീഹൃതം, ആ പൊക്കിൾക്കൊടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണമെന്ന്. അപ്പോൾ സർവപ്രപഞ്ചത്തെയും അടിത്തറയായിട്ടുള്ള ഭഗവാന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചതും ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനവും മുഴുവൻ പ്രപഞ്ചവും സൂക്ഷ്മരൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന താമരമുട്ടായിട്ടുള്ളതുമായ ബ്രഹ്മാവ് ആ താമരയിലാണല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനവുമായ ആ താമരമുട്ട് ഉത്ഭവിച്ചതുമായ ഭഗവാന്റെ പൊക്കിൾക്കൊടി. അപ്പോൾ പൊക്കിൾക്കൊടി മനസ്സിൽ കാണുമ്പോൾ അങ്ങനെ വേണം കാണാം. ഉദരത്തിൻ്റെ ഭാഗം, ആ ഉദരം മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അടിത്തറയാണ്. മുഴുവനായും ഉൾക്കൊണ്ടിരിക്കുന്നത് ആ ഉദരത്തിലാണ്. അവിടെ എല്ലാത്തിൻ്റെയും സൂക്ഷ്മരൂപത്തിൽ ഉൾക്കൊണ്ട താമരമുട്ടിങ്ങനെ പുറത്തേക്ക് വരുന്ന ആ പൊക്കിൾക്കൊടിയെ മനസ്സിൽ കാണണം. ഇനി ഹിരൺമണി, അതായത് മരതക പച്ച നിറത്തിൽ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. വൃഷ, അതായത് മരതകപ്പച്ച നിറത്തിൽ ഇങ്ങനെ പ്രകാശിച്ച്, വൃഷം എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായ സ്തനയോഹോ, സ്തനങ്ങൾ ഭഗവാന്റെ, അമൂഷ്യ ഭഗവാന്റെ പച്ച നിറത്തിൽ പ്രകാശിക്കുന്ന സ്തനങ്ങൾ. അത് പച്ച നിറത്തിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ വിശദഹാര മയൂഖഗൗരം, വെളുത്ത മുത്തുമാലകളുടെ വെണ്മയാൽ പ്രകാശിക്കുന്ന മാറിടാണ് അല്ലേ. ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന വെളുത്ത മുത്തുമാലയാണ്. അങ്ങനെ വെളുത്ത മുത്തുമാലയാൽ പ്രകാശിക്കുന്ന മാറിടം കഴുത്തിൽ ഇങ്ങനെ തൂങ്ങി മാറിടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ പ്രകാശത്തിന് ഇടയിൽ മരതകപ്പച്ച പോലെയുള്ള രണ്ട് സ്ഥലങ്ങളും അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ദ്വയം എന്ന് വെച്ചാൽ രണ്ട് സ്ഥലങ്ങളെയും ധ്യായേത്, മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്ഥലങ്ങളും പൊക്കിൾക്കൊടിയും, ഇപ്പോൾ പൊക്കിൾക്കൊടിയെ ആ താമരമുട്ട് പുറത്തേക്ക് വരുന്നതായി കണ്ടുകൊണ്ട് ധ്യാനിക്കുക. അതുപോലെ സ്ഥലങ്ങൾ കാണുമ്പോൾ വെളുത്ത രത്നം പതിപ്പിച്ച മുത്തുമാലകളൊക്കെ ഞാന്ന് കിടക്കുമ്പോൾ ആ കഴുത്ത്, ആ മാറിടം, അവിടെ ആ മുത്തുമാലകളുടെ പ്രകാശത്തിനിടയിൽ മരതകപ്പച്ച നിറത്തിലുള്ള രണ്ട് സ്ഥലങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ നിത്യവും ധ്യാനിക്കേണ്ടതാണ്. ഇനി ശ്ലോകം 26. ഭഗവാന്റെ മാറിടം, കഴുത്ത്, ആ ഭാഗങ്ങളെ എങ്ങനെ മനസ്സിൽ കാണണമെന്നാണ് പറയുന്നത്. വൃക്ഷ അധിവാസ ഋഷഭസ്യ മഹാവിഭൂതേ പുംസാം മനോ നയന നിർവൃതം ആദദാനം കണ്ഠം ച കൗസ്തുഭമണി അധിഭൂഷണാർത്ഥം കുര്യാത് മനസി അഖിലലോക നമസ്കൃതസ്യ. വൃക്ഷ അധിവാസ, വൃക്ഷ ഭഗവാന്റെ ആ തിരുമാറിടം, അത് അധിവാസ വാസസ്ഥാനമാണ്. ഋഷഭസ്യ, ആ ഭഗവാന്റെ, മഹാവിഭൂതേ ലക്ഷ്മി, എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ആ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ഋഷഭസ്യ, ആ ഭഗവാന്റെ വൃക്ഷ തിരുമാറിടം എന്ന് പറയുന്നത്. അതുമാത്രമല്ല പുംസാം, മനുഷ്യരെ ഭക്തരുടെ മനോനയന നിർവൃതം ആദദാനം, മനസ്സിനും കണ്ണിനും നിർവൃതി പകരുന്നതുമായ സ്ഥലമാണ്, അതിൻ്റെ ആധാരമാണ് ഭഗവാന്റെ മാറിടം. അപ്പം ലക്ഷ്മീ ദേവിയുടെ വാസസ്ഥാനമാണ് ഭഗവാന്റെ മാറിടം. സകല ഭക്തന്മാരുടെ മനസ്സിനും കണ്ണിനും നിർവൃതി, ആ ഏറ്റവും അധികം നിർവൃതി പകർന്നു തരുന്നതുമാണ് ഭഗവാന്റെ ആ മാറിടം. ഇനി കണ്ഠം, കഴുത്ത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൗസ്തുഭമണി അതിഭൂഷണാർത്ഥം, കൗസ്തുഭരത്നത്തിന് പോലും അതിൻ്റെ സൗന്ദര്യത്തെ പോലും വർദ്ധിപ്പിക്കുന്ന അഖില ലോക നമസ്കൃതം, മുഴുവൻ ലോകവാസികളാലും നമസ്കരിക്കപ്പെടുന്ന കണ്ഠം, ഭഗവാന്റെ ആ കഴുത്തിനെ കുര്യാത് മനസ്സി, എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണമെന്ന്. അപ്പോൾ കൗസ്തുഭരത്നത്തിന് ഒരു പ്രകാശം ഉണ്ടല്ലോ, സൗന്ദര്യം ഉണ്ടല്ലോ. ആ സൗന്ദര്യം കൗസ്തുഭരത്നത്തിന് വരാൻ കാരണം അത് ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണെന്ന്. അപ്പോൾ ഭഗവാന്റെ ഭഗവാന്റെ സൗന്ദര്യത്താൽ സൗന്ദര്യം വർദ്ധിച്ച കൗസ്തുഭരത്നം,
കൗസ്തുഭരത്നത്തിൻ്റെ പോലും സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ച, മുഴുവൻ ലോകത്തിലുമുള്ള എല്ലാ 14 ലോകങ്ങളിലുമുള്ള ലോകവാസികളാലും ആരാധിക്കപ്പെടുന്ന, നമസ്കരിക്കപ്പെടുന്ന ആ ഭഗവാന്റെ കണ്ഠഭാഗവും ഒരു ഭക്തൻ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്? ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള ഓരോ ഭക്തൻ്റെയും മനസ്സിനും കണ്ണിനും നിർവൃതി പകരുന്നതുമായ ഭഗവാന്റെ ആ മാറിടം, അതുപോലെ കൗസ്തുഭരത്നത്തിൻ്റെ പോലും സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചു കളയുന്ന, സകല ലോകവാസികളാലും നമസ്കരിക്കപ്പെടുന്ന ഭഗവാന്റെ ആ കണ്ഠഭാഗം, കഴുത്തുഭാഗവും ഒരു ഭക്തൻ സ്ഥിരമായി മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ ആ ഒരു ഭാഗത്തെ മാത്രം ഇങ്ങനെ ഏകാഗ്രപ്പെട്ട് കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ പറയുന്ന വർണ്ണനയോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് പോകാതെ, മറ്റു ചിന്തകളിലേക്ക് പോകാതെ മനസ്സ് അവിടെ ഏകാഗ്രപ്പെടുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. ഇനി ശ്ലോകം 27 ഭഗവാന്റെ കൈകളെക്കുറിച്ചാണ്. ഇനി എങ്ങനെ മനസ്സിൽ കാണണമെന്ന്. ബാഹും ച മന്ദരഗിരേ പരിവർത്തനേന നിർണിക്ത ബാഹുവലയാൻ അതിലോകപാലാൻ സഞ്ചിന്തയേത് ദശശതാര അസഹ്യതേജഃ ശംഖം ച തത്കര സരോരുഹ രാജഹംസം. ബാഹു, ഭഗവാന് 4 കൈകളാണല്ലോ, ആ തൃക്കൈകൾ. അതിൻ്റെ പ്രത്യേകത മന്ദരഗിരേ പരിവർത്തനേന, മന്ദരപർവ്വതം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞതിനാൽ, നിർണിക്ത തിളക്കം കൂടിയ, ബാഹുവലയാൻ വളകളോടുകൂടിയ, അതിലോകപാലാൻ മുഴുവൻ ലോകപാലകന്മാരുടെയും അധീശനായിട്ടുള്ള ആ ഭഗവാന്റെ 4 തൃക്കൈകളും. ഇനി ദശശതാര അസഹ്യ തേജഃ, ഒരു സാധാരണ മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത അത്രയ്ക്കധികം തേജസ്സോടുകൂടിയ 1000 ചക്രങ്ങളോടുകൂടിയ, ദശശതാര 1000 ചക്രങ്ങളോടുകൂടിയ സുദർശന ചക്രത്തെയും, ഒപ്പം തത്കര സരോരുഹം, താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ കയ്യിലിരിക്കുന്ന രാജഹംസം, വെളുത്ത അരയന്നം പോലെയുള്ള ശംഖിനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണമെന്ന്. അപ്പോൾ ഭഗവാന്റെ 4 തൃക്കൈകളെ മനസ്സിൽ കാണുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത്, ആ പാലാഴി മദനം സമയത്ത് മന്ദരപർവ്വതത്തെ ദേവന്മാരും അസുരന്മാരും കൂടി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ കടക്കോലായിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ദരപർവ്വതം ഇങ്ങനെ തിരിയുകയല്ലേ ചെന്നിട്ട്. ആ തിരിയുമ്പോൾ ദേവന്മാരും അസുരന്മാരും ക്ഷീണിച്ചു പോയപ്പോൾ ഭഗവാനാണ് പർവ്വതത്തെ തിരിച്ചത് എന്ന്. അപ്പോൾ ആ മന്ദരപർവ്വതം കിടന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഭഗവാന്റെ കൈവളകൾ ഈ പർവ്വതത്തുമ കിടന്ന് ഒരഞ്ഞ് വളകൾക്ക് തിളക്കം കൂടി എന്നാണ് പറയുന്നത്. അപ്പം മന്ദരപർവ്വതത്തിൻ്റെ ചുറ്റിത്തിരിയലിനാൽ തിളക്കമേറിയ കൈകളോടുകൂടിയ, വളകളോടുകൂടിയ ഭഗവാന്റെ കൈകൾ. അതിലൊരു കൈയിൽ ഒരു സാധാരണക്കാരായ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം തേജസ്സോടുകൂടിയ 1000 ചക്രങ്ങളുള്ള സുദർശന ചക്രവും മനസ്സിൽ കാണുക. മറ്റൊരു കൈയിൽ താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ കയ്യിൽ ഒരു വെളുത്ത അരയന്നം ഇരിക്കുന്നത് പോലെ ഒരു ശംഖും ഇരിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കൂ. അതാണ് ഈ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 28 കഴിഞ്ഞിട്ടില്ല. കയ്യിൻ്റെ കഴുത്തിലെ മാല, കൗസ്തുഭരത്നത്തെക്കുറിച്ചൊക്കെ വീണ്ടും പറയുകയാണ്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അതാണ് ശ്ലോകം 28 പറയുന്നത്. കൗമോദകീം ഭഗവതഃ ദയിതാം സ്മരേത ദിഗ്ധം അമരാതി ഭട ശോണിത കർദമേന മാലാം മധുവ്രത വരൂത ഗിര ഉപകുഷ്ടാം ചൈത്യസ്യ തത്വമലം മണിം അസ്യ കണ്ഠേ. കൗമോദകി എന്ന പേരുള്ള ഗദ, ഭഗവതഃ ദയിതാം, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഗദ സ്മരേത, മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ ധ്യാനിക്കണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അരാതി ഭട, ഭഗവാന്റെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ ഭടന്മാരുടെ ശോണിത കർദമേന, അവരുടെ രക്തത്താൽ പങ്കിലമായ, അതായത് ഭഗവാൻ അവരെ വധിക്കുമ്പോൾ ഭഗവാന്റെ ഗദയിന്മേൽ അവരുടെ രക്തം പുരളുന്നുണ്ട്. അതാണ് അരാതിഭട, അസുരന്മാരുടെ ഭടന്മാരുടെ ശോണിത കർദമേന, രക്തത്താൽ പങ്കിലമായ ദിഗ്ധാം എന്ന് വെച്ചാൽ അങ്ങനെ രക്തം പൂർണ്ണമായും പുരണ്ടു പോയിട്ടുള്ള ഭഗവതഃ ദയിതാം, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൗമോദകി എന്ന ഗദ സ്മരേത, മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ ധ്യാനിക്കണം.
ഇനി മാല, മാലാം മധുവൃത, വനമാല, ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന പുഷ്പഹാരം, അത് മധുവൃത, അതായത് തേനിൻ്റെ മണം പിടിച്ച് വന്ന് ആ പൂക്കളുടെ മണം പിടിച്ച് തേൻ നുകരാൻ വരുന്ന വരൂത വണ്ടുകളുടെ ഗിര ഉപകുഷ്ടം മൂളിപ്പാട്ടിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള വനമാല കഴുത്തിൽ, പുഷ്പഹാരം കഴുത്തിൽ കിടക്കുന്നുണ്ട്. ഇനി ചൈതസ്യ തത്വം അമലം, ചൈത്യസ്യ എല്ലാ ജീവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാകുന്ന തത്വം, അമലം പരിശുദ്ധമായ ആ തത്വം, മണിയും കൗസ്തുഭമണിയെയും ആ തത്വമാണ് കൗസ്തുഭമണി പ്രതിനിധീകരിക്കുന്നത്. ആ കൗസ്തുഭമണിയെയും അസ്യ കണ്ടേ, ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ കൗസ്തുഭരത്നത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ ധ്യാനിക്കണമെന്ന് പറയുന്നു. അപ്പം ഭഗവാന്റെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ ഭടന്മാരുടെ രക്തം പുരണ്ടിരിക്കുന്ന ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൗമോദകി എന്ന ആ ഗദ, അത് മനസ്സിൽ കണ്ടുകൊണ്ടൊരു ഭക്തൻ ധ്യാനിക്കാം. പിന്നെ തേനീച്ചകളുടെ മൂളിപ്പാട്ടിനാൽ മനോഹരമായ പുഷ്പഹാരം, വനമാല ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. പിന്നെ കൗസ്തുഭരത്നം, ആ കൗസ്തുഭരത്നം പ്രതിനിധീകരിക്കുന്നത് ജീവാത്മതത്വത്തെയാണ്. ആ ജീവാത്മതത്വത്തെ, പരിശുദ്ധമായ തത്വത്തെ പ്രതിനിധീകരിക്കുന്ന ആ മാറിലിരിക്കുന്ന കൗസ്തുഭരത്നത്തെയും മനസ്സിൽ കണ്ടുകൊണ്ടൊരു ഭക്തൻ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം 29. ഇനി ഭഗവാന്റെ മുഖത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഒരു ഭക്തൻ ധ്യാനിക്കുമ്പോൾ ആ മുഖം എങ്ങനെ മനസ്സിൽ കാണണമെന്ന്. ഭൃത്യ അനുകമ്പിത ദിയ ഇഹ ഗൃഹീതമൂർത്തെ സഞ്ചിന്തയേത് ഭഗവതഃ വദനാരവിന്ദം യത് വിസ്ഫുരൻ മകരകുണ്ടലവൽകിതേന വിദ്യോദിത അമല കപോല ഉദാരനാസം. ഭൃത്യ ഭക്തന്മാർക്ക് വേണ്ടി അനുകമ്പിത ദിയ, അനുകമ്പ നിറഞ്ഞ മനസ്സോടെ ഇഹ ഈ ലോകത്ത് ഗൃഹീതമൂർത്തെ വിഭിന്ന രൂപത്തിൽ അവതരിച്ച ഭഗവതഃ വദനാരവിന്ദം ആ ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള ആ മുഖത്തെ സഞ്ചിന്തയേത് ഒരു ഭക്തൻ മനസ്സിൽ കണ്ടുകൊണ്ട് നിത്യവും ധ്യാനിക്കണമെന്ന്. ഇനി ആ മുഖത്തിൻ്റെ പ്രത്യേകത പറയാണ്. ആ ഏതൊരു മുഖമാണോ അത് സ്ഫുരൻ മകരകുണ്ടല വൽകിതേന പ്രകാശിക്കുന്നു. സ്ഫുരൻ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കർണകുണ്ടലങ്ങളാൽ, അതിൻ്റെ വൽകിതേന എന്ന് വെച്ചാൽ അതിൻ്റെ ഇളക്കത്താൽ, വിദ്യോദിത പ്രശോഭിക്കുന്ന അമല കപോലം പരിശുദ്ധമായ ഭഗവാന്റെ കവിൾത്തടവും, ഉദാരനാസം വിശാലമായ മൂക്കും, വികസിച്ച മൂക്കും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ മുഖത്തെ എങ്ങനെ സങ്കല്പിക്കേണ്ടതെന്നാ, ഒരു ഭക്തൻ ഭഗവാനെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ ഭക്തനോടുള്ള അനുകമ്പ നിറഞ്ഞ മുഖഭാവം, സ്നേഹവും കാരുണ്യവും നിറഞ്ഞ മുഖഭാവം, അങ്ങനെ ആ ഭക്തനെ രക്ഷിക്കാനായി പല പല രൂപങ്ങൾ ധരിച്ച് അവതരിച്ചു വന്ന അത്രയും ആ താമരപ്പൂ പോലെ മനോഹരമായ അനുകമ്പ നിറഞ്ഞ ഭഗവാന്റെ ആ മുഖത്തെ മനസ്സിലൊന്ന് ആദ്യം കാണുക. അതിനുശേഷം പ്രകാശിക്കുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയുള്ള കർണകുണ്ടലങ്ങളുടെ അതിങ്ങനെ ഇളകുമ്പോൾ അതിനാൽ പ്രശോഭിക്കുന്ന കവിൾത്തടവും വിശാലമായ ആ മൂക്കും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുക. കഴിഞ്ഞിട്ടില്ല മുഖത്തിൻ്റെ വർണ്ണന കുറച്ചുകൂടിയുണ്ട്. ശ്ലോകം 30. യത് ശ്രീനികേത അളിഭിഃ പരിസേവ്യമാനം ഭൂത്യാ സ്വയാ കുടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയ ആശ്രയം അധീക്ഷിപത് അബ്ജനേത്രം ധ്യായേത് മനഃമയം അതന്ത്രിത ഉല്ലസദ്ഭ്രൂ. യത് ശ്രീനികേതം. ഇനി ആ ഭഗവാന്റെ മുഖം, യത് എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ മുഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ശ്രീനികേതം എന്ന് വെച്ചാൽ ഒരു താമരപ്പൂ. അത് അളിബി എന്ന് വെച്ചാൽ തേനീച്ചകളാൽ ചുറ്റപ്പെട്ട ഒരു താമരപ്പൂവ് നമ്മൾ മനസ്സിൽ കാണുക. അത് പരിസേവ്യമാനം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടത്, തേനീച്ചകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു താമരപ്പൂവ്. അവിടെ മീനദ്വയം ആശ്രയം, 2 മത്സ്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു നല്ല മനോഹരമായ ഒരു പൊയ്ക, അവിടെ തേനീച്ചകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന മനോഹരമായ ഒരു താമരപ്പൂവ്. അതിനടുത്ത് മീനദ്വയം, 2 മത്സ്യങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതിൻ്റെ മനോഹാരിത എത്രമാത്രമുണ്ടോ അധിക്ഷിപത്, അതിനെ പോലും തോൽപ്പിച്ചു കളയുന്നതാണെന്ന്. ഭഗവാന്റെ അബ്ജനേത്രം, താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ, അതോടൊപ്പം തന്നെ കുടില കുന്തള വൃന്ദജുഷ്ടം, ചുരുണ്ട മുടി, അതാണ് കുടില കുന്തളം, അതിൻ്റെ കൂട്ടത്താൽ ജുഷ്ടം അലങ്കരിക്കപ്പെട്ട ആ മനോഹരമായ താമരപ്പൂ പോലെ. അപ്പം കണ്ണിൻ്റെ അവിടേക്ക് വീണ് കിടക്കുകയാണ്, ചുരുണ്ട മുടി ഇങ്ങനെ കൂട്ടമായിട്ട് കണ്ണിൻ്റെ അവിടേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണെന്ന് നെറ്റിയിൽ നിന്ന്. അങ്ങനെ
താമരപ്പൂ പോലെ ശോഭിക്കുന്ന കണ്ണുകളും അതുപോലെ മനോമയം മനസ്സിലെ ഇങ്ങനെ ആ രൂപം ആ മുഖം മനസ്സിൽ ഇങ്ങനെ തെളിയുമ്പോൾ അതന്ത്രിത ശ്രദ്ധ പോകാതെ ഉല്ലസദ്ഭ്രൂ അതായത് ഇളകിയാടുന്ന പുരികവും ഉല്ലസദ്ഭ്രൂ എന്ന് വെച്ചാൽ ഇളകിയാടുന്ന പുരികവും അതുപോലെ എന്താ പറയുക ആ ഒരു കറുത്ത ചുരുണ്ട മുടി നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടും താമരപ്പൂ പോലെയുള്ള കണ്ണുകളും ഇളകിയാടുന്ന പുരികക്കൊടികളും മനസ്സിൽ കാണുമ്പോൾ ഒരു പൊയ്കയിൽ ഒരു താമരപ്പൂ കിടന്ന് അതിന് ചുറ്റും വണ്ടുകൾ ചുറ്റി നടക്കുന്നു. 2 മത്സ്യങ്ങൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഭൃത്യാസ്വയ അതിൻ്റെ സൗന്ദര്യത്തെ പോലും തോൽപ്പിച്ചു കളയുന്ന ഭഗവാന്റെ ഈ മനോഹരമായ മുഖത്തെ ഒരല്പം പോലും ശ്രദ്ധ പോകാതെ മനസ്സിൽ കണ്ടുകൊണ്ട് വ്യതിചലിക്കാതെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യായേത് ഒരു ഭക്തൻ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുഖത്തെ മനസ്സിൽ കാണുമ്പോൾ പറഞ്ഞത് ഭക്തനോടുള്ള അനുകമ്പ നിറഞ്ഞ മുഖഭാവം കാണുക. ആ മുഖത്തിൻ്റെ പ്രത്യേകത താമരപ്പൂ പോലെയുള്ള മുഖം, ഇളകിയാടുന്ന മകരകുണ്ടലത്താൽ പ്രകാശിക്കുന്ന മനോഹരമായ കവിൾത്തടം, വിശാലമായ മൂക്ക്, ഇളകിയാടുന്ന നൃത്തം ചെയ്യുന്ന പുരികക്കൊടികൾ, മുകളിലോട്ട് പൊന്തുകയും താഴുകയും ചെയ്യുന്ന പുരികക്കൊടികൾ, അതുപോലെ കറുത്ത ചുരുണ്ട മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് കൂട്ടമായി വീണ് കിടക്കുമ്പോൾ അതിനിടയിൽ താമരപ്പൂ പോലെയുള്ള കണ്ണുകളും മനോഹരമായ കണ്ണുകളും, ഇങ്ങനെയുള്ള ഭഗവാന്റെ മുഖം. ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു പൊയ്കയിൽ ഒരു താമരപ്പൂവ്, അതിന് ചുറ്റും തേനീച്ചകൾ ചുറ്റിപ്പറക്കുന്നു, 2 മത്സ്യങ്ങൾ അതിൻ്റെ അടുത്തിരിക്കുന്നു. ഇതിനെത്ര ഭംഗിയുണ്ടാവും സ്വയം. ആ മനോഹാരിതയെ പോലും തോൽപ്പിച്ചു കളയുന്ന ഭഗവാന്റെ ഈ സുന്ദരമായ മുഖം, അത് ഒരല്പം പോലും മായാതെ വ്യതിചലിക്കാതെ ആ മുഖത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ ധ്യാനിക്കൂ എന്നാണ് ഇവിടെ കപില മഹർഷി പറയുന്നത്. അപ്പോൾ ഓരോരോ ശരീര അവയവങ്ങളെയായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. ഇനി ശ്ലോകം 31. തസ്യ അവലോകമധികം കൃപയാ അധിഘോരം താപത്രയഃ ഉപശമനായ നിസൃഷ്ടം അക്ഷണോഃ സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം ധ്യായേത് ചിരം വിപുലഭാവനയാ ഗുഹായാം. അതായത് തസ്യ ആ ഭഗവാന്റെ അവലോകം അധികം എന്ന് വെച്ചാൽ തുടരെയുള്ള ആ ഭഗവാന്റെ നോട്ടം, കടാക്ഷ വീക്ഷണം, കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടിയുള്ള കടാക്ഷ വീക്ഷണം അതിഘോര താപത്രയ ഉപശമനായ ഏറ്റവും ഘോരമായ 3 വിധത്തിലുള്ള താപത്രയം എന്ന് വെച്ചാൽ 3 വിധത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ നോട്ടം. അക്ഷണോ ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും നിസൃഷ്ടം അയക്കപ്പെടുന്ന ആ ഓരോ നോട്ടവും ഭക്തൻ്റെ സകലവിധ ദുഃഖങ്ങളെയും ശമിപ്പിച്ച് കളയുന്നതാണ്. ഭഗവാന്റെ ആ കണ്ണുകളിൽ നിന്നും ഭഗവാൻ നമ്മളിലേക്ക് അയക്കുന്ന ആ കടാക്ഷ വീക്ഷണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല സ്നിഗ്ധസ്മിത അനുഗുണിതം ഒരു മനോഹര സ്നേഹം, നമ്മളോടുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും നിറഞ്ഞ മന്ദഹാസം, ആ സ്മിത അനുഗുണിതം ഭഗവാന്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, അതും വിപുലപ്രസാദം, ഇത്തരത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹങ്ങളെ വിപുലമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഭാവന ചെയ്തിട്ട് ഗുഹായ ഹൃദയത്തിൽ ഭാവന ചെയ്ത് ചിരം ധ്യായേത് ഒരു ഭക്തൻ ഭഗവാനെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ കണ്ണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അനുഭവിക്കുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ നമ്മൾ അനുഭവിക്കുന്ന അതിഘോരമായ സർവ്വവിധ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് നമ്മളിലേക്ക് ഭഗവാൻ തന്നെ അയക്കുന്ന ആ കടാക്ഷ വീക്ഷണം ഉണ്ടല്ലോ, ആ ഒരു നോട്ടം, അതിനെ മനസ്സിലിങ്ങനെ കാണുക. അതുപോലെ മനോഹരമായ സ്നേഹാർദ്രമായ പുഞ്ചിരി, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ കണ്ണടച്ച് മനസ്സിൽ ഇങ്ങനെ നന്നായി വിപുലമായി ഭാവന ചെയ്ത് സ്ഥിരമായിട്ട് ഭഗവാനെ ധ്യാനിക്കുക. ചിരം ധ്യായേത് എന്നാണ് പറയുന്നത്. അപ്പോൾ കപില മഹർഷി അമ്മയ്ക്ക് ആ ധ്യാനത്തിൻ്റെ പ്രാധാന്യം, ധ്യാനത്തിൽ മനസ്സുറയ്ക്കണമെങ്കിൽ നമ്മളൊരു ഭഗവത് സ്വരൂപത്തെ, സഗുണ ധ്യാനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ശരീരരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അപ്പം ഭഗവാന്റെ സ്വരൂപത്തെ പൂർണ്ണമായും മനസ്സിൽ കണ്ടതിന് ശേഷം പിന്നെ ഓരോ അവയവങ്ങളെ എടുത്ത് ഇങ്ങനെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക.
അത്രയും നേരം മറ്റു ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലില്ലാതാകുന്നു. അത്രയ്ക്കും മനസ്സ് സ്വസ്ഥമാവുന്നു, ഏകാഗ്രമാകുന്നു. മനസ്സ് അങ്ങനെ അടങ്ങുമ്പോഴാണ് പുരുഷനെയും പ്രകൃതിയെയും ആത്മാവിനെയും ശരീരത്തെയും വേറിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, ഞാൻ ആത്മാവാണ് എന്ന തിരിച്ചറിവ് ആത്മാവിന് സംഭവിക്കുള്ളൂ. ഇത് മനസ്സിൻ്റെ വ്യതിചലനങ്ങൾ മുഴുവനും ആത്മാവ് ഞാനാണ് 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 എന്ന ധാരണയിൽ നിന്നുകൊണ്ട് അനുഭവിക്കുകയാണ്. അപ്പം മനസ്സടങ്ങുമ്പോൾ ആത്മാവിന് ആ അനുഭവങ്ങൾ ഇല്ലാതാവുകയാണ്. അപ്പോഴാണ് ആത്മാവ് സ്വന്തം അസ്തിത്വത്തെ അറിയുന്നത്. അപ്പോൾ മനസ്സടങ്ങാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഭക്തിയോടുകൂടി ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ശരീരരൂപത്തെ പൂർണ്ണമായ രൂപത്തിലും അതിനുശേഷം ഓരോരോ അവയവങ്ങളുമായിട്ടും മനസ്സിൽ കണ്ടുകൊണ്ട് നിത്യവും ധ്യാനിക്കുമ്പോൾ മനസ്സടങ്ങാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ. നമസ്കാരം.